ഈ രോഗശാന്തി ശുശ്രൂഷയിലൂടെ രോഗങ്ങൾ ഭേദമാക്കാൻ പറ്റൂ? രോഗങ്ങൾ ഭേദമാക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ക്യാൻസറും വേറെ രോഗങ്ങളും വരുമ്പോൾ ഈ ശുശ്രൂഷ ചെയ്താൽ മതിയല്ലോ, ഉള്ള അസുഖം എല്ലാം പോവല്ലോ. ഈ ആശുപത്രിയിലൊന്നും പോകേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. ഏതൊക്കെ രോഗങ്ങൾ ഭേദമാക്കാൻ പറ്റും? ഒരു ലിമിറ്റും ഇല്ല, എല്ലാ രോഗവും. അത് ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 24 മണിക്കൂർ ശുശ്രൂഷ ചെയ്തോണ്ടിരുന്നാ പോരായോ? എന്തിനാ ആൾക്കാർ അസുഖം വരുമ്പോ പിന്നെ ആശുപത്രിയിൽ പോകുന്നത്? പിന്നെ ആശുപത്രികൾ വേണോ? ആശുപത്രികളും വേണം. ഇങ്ങനെയല്ലേ ഇപ്പൊ പറഞ്ഞത്, ശുശ്രൂഷ 24 മണിക്കൂർ ഇരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ രോഗമെല്ലാം മാറുന്നു, പിന്നെ എന്തിനാണ് ആശുപത്രിയിൽ പോകുന്നത്? ആദ്യത്തെ ക്വസ്റ്റ്യൻ, യേശുക്രിസ്തുവിന്റെ രോഗസൗഖ്യം ഉണ്ടോ? അതുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, യേശുക്രിസ്തുവിന്റെ അടുത്ത് പോകാൻ എനിക്ക് മനസ്സില്ലെങ്കിൽ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം. രോഗം വന്നു കഴിഞ്ഞാൽ യേശുക്രിസ്തു ബാ മോനെ എന്ന് പറഞ്ഞ് വിളിച്ചാലേ താൻ പോത്തുള്ളൂ, അല്ലെങ്കിൽ താൻ പോത്തില്ലയോ? എന്തൊക്കെ മണ്ടത്തിലോട് പറഞ്ഞു, ഇത്രയും പ്രായമായില്ലയോ, എന്നിട്ടും ബുദ്ധിയില്ലയോ? രോഗശാന്തി യാഥാർത്ഥ്യമാണോ? യെസ്, ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ആളത്. അതെങ്ങനെ? എന്റെ ഒരു ഭാഗം തളർന്നു പോയ ആളാ. ആഹാ. ആ തളർന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം എന്നെ സൗഖ്യമാക്കി. ആഹാ, അത് കൊള്ളാമല്ലോ. തളർന്നു പോയപ്പോ പ്രാർത്ഥിച്ചപ്പോ ദൈവം സൗഖ്യമാക്കിയോ? എന്താണ് പറയുന്നേ? പ്രായമായിപ്പോ, മൂത്തായിപ്പോയി, എന്താ പറയാനാന്ന് പറയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാലും കൈ ഒടിഞ്ഞവനൊക്കെ ഇവിടെ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതിയല്ലോ. അവന്റെ കൈയുടെ എല്ലൊക്കെ തിരിച്ചു കയറ്റി വെച്ച് തരുമായിരുന്നല്ലോ, പ്ലാസ്റ്റർ ഒന്നും ഇടന്നായിരുന്നല്ലോ. ചികിത്സ നടത്തിയിട്ടില്ല ഈ പ്രാർത്ഥനയും അല്ലാതെ? ഞാൻ ആസ്പത്രിയിലായിരുന്നപ്പോൾ ചികിത്സയിൽ തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. ഇങ്ങനല്ലേ ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ സൗഖ്യമായിരുന്നു. ഇങ്ങനെ ആശുപത്രി പോയി അഡ്മിറ്റ് ആയത്. ഇതിപ്പോ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആശുപത്രിയിലോട്ട് പോയി ചികിത്സിച്ച്, എന്നിട്ട് എല്ലാം ഭേദമായി കഴിഞ്ഞപ്പോ വീട്ടിലോട്ട് വന്നിട്ട് പറയാം ദൈവമല്ല ചികിത്സിച്ച് മാറ്റിയെന്ന്. എന്താ ആ സമയത്ത് മരുന്ന് കൊണ്ട് പ്രയോജനപ്പെട്ടില്ല. മരുന്ന് കൊണ്ട് പ്രയോജനപ്പെടാതിരുന്നപ്പോൾ അല്ല, അങ്ങ് എത്ര കാലം എടുത്തു? 2 ആഴ്ച കാലം. അതിലൊരു കാര്യം ഭേദമാവണം എന്നുണ്ടെങ്കിൽ തന്നെ ഒറ്റ ദിവസം കൊണ്ട് ഭേദമാവത്തില്ലല്ലോ. ഒരാഴ്ച 2 ആഴ്ചയൊക്കെ എടുക്കും ഭേദമാവാൻ തന്നെ. എന്നാ പിന്നെ ഒരു ദിവസം കൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭേദമാക്കണ്ടേ ഇല്ലയോ? എന്താ 2 ആഴ്ച വരെ എടുത്തത്? യേശുക്രിസ്തുവിന്റെ തിരുശരീരവും രക്തവും അതിനെക്കുറിച്ച് ഓർമ്മിച്ചും ധ്യാനിച്ചും കൊണ്ട് അത് ഭക്ഷിച്ചു. അത് മുഖാന്തരം ഞാൻ സൗഖ്യം പ്രാപിച്ചു. ഇപ്പൊ ദൈവത്തിന് തിരുശരീരമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് മാറിയെന്നാണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ മുതൽ ദൈവത്തിന് തിരുശരീരം കഴിച്ചാൽ അസുഖം മാറത്തില്ലേ? എന്തിന് ആശുപത്രിയിൽ പോകണം? എല്ലാവരും അങ്ങോട്ട് വിട്. അതെല്ലാം പോട്ടെ, താങ്കൾ എന്തിനാണ് കണ്ണാടി വെച്ചേക്കുന്നത്? കണ്ണിന് കാഴ്ച ഇല്ലാത്തതുകൊണ്ടല്ലയോ കണ്ണാടി വെച്ചേക്കുന്നത്? അത് ഡോക്ടർമാർ തന്നു തന്നെ അല്ലയോ? എന്താ കണ്ണിന് കാഴ്ച പറയുമ്പോ തിരുശരീരമോ അല്ലെങ്കിൽ ഇത് പ്രാർത്ഥിക്കുകയോ ചെയ്യാൻ? എന്താ അപ്പൊ കണ്ണിന് കാഴ്ച വരത്തില്ലായിരുന്നു? ഇതേപോലെ കോൺഫിഡന്റ് ആയിട്ട് മണ്ടത്തരം വിളിച്ചു പറയുന്നു. വിശ്വാസം നല്ല എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസം ആവല്ലേ? മനുഷ്യരെ ഇപ്പോഴും പറ്റിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസത്തിന്റെ പേരില്ല. വിശ്വാസം ഓരോരുത്തർ ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ അത് മുതലെടുത്ത് കുറെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതൊരു ബിസിനസ് ആയി കരുതുന്ന കുറെ ആൾക്കാരുണ്ട്. അതിപ്പോ ക്രിസ്ത്യൻ എന്നല്ല, ഹിന്ദു എന്നല്ല, മുസ്ലിം എന്നല്ല, ഏത് മതമാണ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്. ഇപ്പോഴത്തെ കാലത്ത് വിശ്വാസം വെച്ചാണ് ആൾക്കാർ മൊത്തം കളിച്ചുകൊണ്ടിരിക്കുന്നത്. സൂര്യന്റെ സഹായം ഇല്ലെങ്കിൽ ചേട്ടന്റെ പേര് പോലും പറയാൻ പറ്റില്ല കുറച്ച് ദിവസം കഴിഞ്ഞാൽ. പിന്നെ താൻ സൂര്യന്റെ കീഴിലോട്ട് പോയിരി. എവിടുന്ന് വരുന്നടാ ഇവനൊക്കെ? മൂണിന്റെ സഹായം ഇല്ലെങ്കിൽ ചേട്ടന് ഇമ്മ്യൂണിറ്റിയും കിട്ടില്ല. ചന്ദ്രൻ ഇല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി ഇല്ല. ഇത് വേറെ ഏതോ യൂണിവേഴ്സ്. നമ്മളെ മുഴുവൻ നിയന്ത്രിക്കുന്നത് നക്ഷത്രങ്ങൾ